പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലാണ് വെള്ളത്തിന് പോകുന്നത്. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രി പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാം ഇതും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടപ്പോൾ കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടെ പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ, വന്യമൃഗങ്ങൾ ശല്യമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലാണ് വെള്ളത്തിന് പോകുന്നത്. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രി പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാം ഇതും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടപ്പോൾ കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും ഇവിടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടെ പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ, വന്യമൃഗങ്ങൾ ശല്യമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലാണ് വെള്ളത്തിന് പോകുന്നത്. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രി പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാം ഇതും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടപ്പോൾ കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ
എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. അത് ഒരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യമില്ല അതൊന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലെ വെള്ളത്തിന് പോകുന്നു. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയും ഒരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളുടെ എല്ലാ ഇതും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുള്ള കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. അത് ഒരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യമില്ല അതൊന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലെ വെള്ളത്തിന് പോകുന്നു. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയും ഒരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളുടെ എല്ലാ ഇതും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുള്ള കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. അത് ഒരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യമില്ല അതൊന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലെ വെള്ളത്തിന് പോകുന്നു. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയും ഒരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ
ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാം ഇതും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടൊക്കെ കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ, വന്യമൃഗങ്ങൾ ശല്യമില്ല, അതൊന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലാണ് വെള്ളത്തിന് പോകുന്നത്. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാം ഇതും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടൊക്കെ കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ, വന്യമൃഗങ്ങൾ ശല്യമില്ല, അതൊന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലാണ് വെള്ളത്തിന് പോകുന്നത്. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാം ഇതും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടൊക്കെ കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ, വന്യമൃഗങ്ങൾ ശല്യമില്ല, അതൊന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു.
ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലെ വെള്ളത്തിന് പോകുന്നു. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാവരും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുള്ള കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും നടന്നില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇതിൽ പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ, വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലെ വെള്ളത്തിന് പോകുന്നു. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാവരും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുള്ള കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും നടന്നില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇതിൽ പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ, വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലെ വെള്ളത്തിന് പോകുന്നു. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാവരും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുള്ള കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും നടന്നില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇതിൽ പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ
പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലാണ് വെള്ളത്തിന് പോകുന്നത്. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രി പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാവരും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടപ്പോൾ കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇതിൽ പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലാണ് വെള്ളത്തിന് പോകുന്നത്. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രി പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാവരും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടപ്പോൾ കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം പോയി 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇതിൽ പോകുന്നുള്ളൂ. അതൊരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലാണ് വെള്ളത്തിന് പോകുന്നത്. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രി പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാവരും കൊടുത്തു. ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടപ്പോൾ കൈവച്ച രേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങൾ
ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അത് ഒരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു. ഇപ്പം വാർദ്ധക്യ സഹജമായ രോഗികളായ ഭാര്യയും ഭർത്താവും തന്നെയാണ് താമസിക്കുന്നത്. 3 വശവും വനവും, ഒരു വശം മാത്രമേ ജനങ്ങളുള്ളൂ. അവിടെ ഞങ്ങൾ ഏറുമാടത്തേലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രോഗികളായി ഇപ്പോൾ ഏറുമാടത്തെ കയറാൻ വയ്യ. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ആന കാട്ടിലാണ് വെള്ളത്തിന് പോകുന്നത്. അപ്പം വെള്ളം നോക്കാൻ പോയപ്പം ആനയെ കണ്ട് ഓടി മറിഞ്ഞു വീണ് ഇത്രയൊരു പരിക്ക് ഇവിടെ പറ്റി. ഞങ്ങൾക്ക് രക്ഷയില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ വീട് വന്ന് ഞങ്ങളെല്ലാവരും കൊടുത്ത് ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടപ്പോൾ കൈവശരേഖയില്ല. അവിടെ വീട് വെക്കാനായിട്ട് ഈ ഫോറസ്റ്റുകാർ ഞങ്ങളെ ഇത് വട്ടക്കൊട്ടെ വെള്ളം വീണ് 9 മാസമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്നു. കലക്ട്രേറ്റിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ ഇവിടെ ഒന്നും തടസ്സമില്ല. ഫോറസ്റ്റുകാർ ഞങ്ങൾക്ക് NOC തരത്തില്ല. ഇനി ഞാനും എൻ്റെ ഭർത്താവും ഇന്നലെ മുതൽ ഒരു 11:30 ആയപ്പോൾ മുതൽ DFO ഓഫീസിൽ വന്നത്. 1 മണി കഴിഞ്ഞപ്പോൾ DFOയെ കണ്ടു. നിങ്ങൾക്ക് സാക്ഷ്യം NOC തരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ സമരത്തിലില്ല. എത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ NOC മേടിച്ചോടെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അത് ഒരു ആദിവാസി കുടുംബത്തെ വാർദ്ധക്യത്തിൽ പെൻഷൻ മേടിക്കുന്ന 2 വൃദ്ധരുടെ അവകാശമാണ്. ഞങ്ങൾക്ക് കിടന്നുറങ്ങണം. പകലന്തിയോളം ഞങ്ങൾ നടന്നിട്ട് സമാധാനത്തോടൊന്ന് ആന ചവിട്ടിക്കൊല്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനം വേണം. 40 വർഷമായിട്ട് ഞങ്ങളവിടെ മല്ലടിച്ച് ജീവിക്കുക. ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിൽ കണ്ണമ്പടി ആദിവാസി കോളനി താമസിക്കുന്ന ഒരു ആദിവാസി കുടുംബമാണ്. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. 3 പെൺമക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചു.